السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ഈ മജാലിസുകളിൽ പങ്കെടുക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ദർസിന്റെ വിഷയം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മളിൽ പല ആളുകൾക്കും അറിഞ്ഞോ അറിയാതെയോ പിഴവ് സംഭവിക്കുന്ന ഒരു മേഖലയാണ് മൻഹജ് മനസ്സിലാക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, സഹാബത്തിന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ എന്താണ് ശരിയായ മൻഹജ്, എങ്ങനെയാണ് നാം ശരിയായ മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ നമ്മളിൽ ചില ആളുകൾക്ക് വ്യക്തതയില്ല. അമലുകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാകാം, ഇബാദത്തുകളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷേ മൻഹജിയായ വിഷയങ്ങളിൽ, നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൻഹജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലതരത്തിലുള്ള പിഴവുകളും ചില സഹോദരങ്ങളിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു തുടക്കം എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ, എന്തെങ്കിലും അവ്യക്തമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം ആ വിഷയം അവസാനം ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സമയമെങ്കിലും വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനൊക്കെ നമുക്ക് മാറ്റിവെക്കാം. വിഷയങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം മാത്രം മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മസ്അല നാം മനസ്സിലാക്കുന്നതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാണെന്നാൽ, ഇന്ന് ധാരാളം വിഭാഗങ്ങളെ നമ്മുടെ ചുറ്റും നാം കാണാറുണ്ട്. ധാരാളം സംഘങ്ങൾ, ധാരാളം സംഘടനകൾ, പല വിഭാഗങ്ങൾ. എല്ലാവരും പറയുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണവർ. എല്ലാവരും പറയുന്നു ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഏതാണ് ശരിയായ ഹക്കിന്റെ മാർഗം? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? ചില ആളുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ചില ആളുകളോട് ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞാൽ പെട്ടെന്ന് അവർ പറയുന്ന മറുപടി എന്താണ്? നിങ്ങൾ പറയുന്നു നിങ്ങളാണ് ശരിയുടെ ആളുകൾ, മറ്റുള്ള ആളുകൾ പറയുന്നു അവരാണ് ശരിയുടെ ആളുകൾ, നിങ്ങൾ എല്ലാവരും പറയുന്നു ഖുർആനും സുന്നത്തുമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? ഇമാം നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറയുന്നു. അദ്ദേഹം ഇമാം അഹ്മദിന്റെ കാലത്ത് ജീവിച്ച പണ്ഡിതനാണ്. നുഐം ഇബ്നു ഹമ്മാദ്, നിങ്ങൾക്കറിയാം, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം ഭരണാധികാരികൾ നിർബന്ധിപ്പിച്ച് പണ്ഡിതന്മാരെ കൊണ്ടും മുസ്ലിമീങ്ങളെ കൊണ്ടും സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചപ്പോൾ അവിടെ സ്വീകരിക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം മുറുകെ പിടിച്ച് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്ന വാദം കുഫറിന്റെ വാദമാണ്, ഒരു കാരണവശാലും ഞാൻ പറയില്ല എന്ന തീരുമാനമെടുത്ത ഏതാനും ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനിയാണ് നമുക്കെല്ലാം അറിയുന്ന ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇമാം അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ധാരാളം ആളുകൾ ഫിത്നയിൽ അകപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്ത് അവർ, ചില ആളുകളൊക്കെ മനസ്സിൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ പുറമേ രക്ഷപ്പെടാൻ വേണ്ടി അതിനെതിരായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും താൽക്കാലികമായി എന്റെ നാവുകൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ അങ്ങനെ മാറ്റി പറയാൻ തയ്യാറല്ല എന്ന് ഇമാം അഹ്മദ് തീരുമാനമെടുത്തു. അത്തരത്തിൽ ഇമാം അഹ്മദിന്റെ കൂടെ നിലപാടെടുത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മറ്റ് ചില പണ്ഡിതന്മാരുണ്ട്, 5ഓളം പണ്ഡിതന്മാർ. അതിലൊരാളാണ് ഇമാം നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, ഇദാ ഫസദത്തിൽ ജമാഅത്ത്, കക്ഷികളൊക്കെ അല്ലെങ്കിൽ സംഘടനകളും സംഘങ്ങളുമൊക്കെ നശിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ മോശമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ധാരാളം ആളുകൾ ഉണ്ടാവുകയും എല്ലാവരും ഹക്കിന്റെ ആളുകളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ, ഒരു ഭാഗത്ത് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ പറയുന്നു അവർ ഹക്കിന്റെ ആളുകളാണ്. ഒരു ഭാഗത്ത് ബിദ്അത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, പുതിയ പുതിയ സലാത്തുകൾ, പുതിയ പുതിയ അദ്കാറുകൾ, അവർ പറയുന്നു ഞങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. അള്ളാഹു അല്ലാതെ വലിയനോട് ദുആ ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറയുന്നവരോട് നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ തെളിവ്? അവർ ഖുർആനിൽ നിന്ന് ആയത്തോതും. പുതിയ സലാത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, അവരോട് നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ തെളിവ്? അവർക്ക് ഓതാനുള്ളതും ഖുർആനിൽ നിന്നായത്തായിരിക്കാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വ്യാഖ്യാനങ്ങൾ അവർ പറയും.
ഇനി അതല്ല, ഏതെങ്കിലും സംഘടനയുണ്ടാക്കി ആ സംഘടനയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ സ്നേഹിക്കുകയും അതിന്റെ പേരിൽ ആളുകളെ വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് ചോദിച്ചാലും അവർക്ക് ഓതാനുള്ളത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും നുസൂസുകളായിരിക്കാം. ഇവിടെയൊക്കെ നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ ഫസദത്തിൽ ജമാഅത്ത്, സംഘടനകളും വിഭാഗങ്ങളും മോശമായി കഴിഞ്ഞാൽ ഫഅലൈക ബിമാ കാന അലൈഹിൽ ജമാഅത്തു ഖബ്ല അൻ തഫ്സുദ്, നീ അവിടെ ചെയ്യേണ്ട ബാധ്യത എന്താണ് ഒരു മുസ്ലിം എന്ന നിലയിൽ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്ന് ചില ആളുകൾ മാറി നിൽക്കും. ഇതൊക്കെ എല്ലാവരും ശരിയായ ആൾക്കാരാണെന്ന് പറയുന്നു, ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ഈ മാറി നിന്നാൽ അതിന്റെ ദോഷമാർക്കാണ്? മാറി നിൽക്കുന്നവനാണ്. കാരണം വിഷയങ്ങൾ പഠിച്ച് ഹക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുക എന്നുള്ളത് വാജിബാണ്, ഫരീളയാണ്. ഇത് പ്രവാചകന്റെ വാക്കാണ്, നമ്മുടെ വിശദീകരണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പഠിക്കൽ നിർബന്ധമാണ്. പഠിച്ചിട്ടില്ലെങ്കിലോ അവൻ കുറ്റക്കാരനാണ്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ ഇന്ന് മാറി നിൽക്കുന്ന ഒരു രൂപം, അതല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ അവർ തർക്കത്തിന്റെ ആളുകളാണ്, നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല, നമ്മളിങ്ങനെ 5 വക്ത് നിസ്കരിക്കുക മാത്രം, അതല്ലാതെ മറ്റൊന്നിനും നാം ഇടപെടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ദീന് സംസാരിക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന രീതിയൊക്കെ ചില ആളുകൾ ഇന്ന് അവലംബിക്കുന്നുണ്ട്. അതൊന്നും ഇസ്ലാം നിർദ്ദേശിച്ച രീതിയല്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ പഠിക്കുക. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചുവല്ലോ, നമ്മളൊരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചാൽ, ചില ആളുകൾ നമ്മെ വന്ന് നിരുത്സാഹപ്പെടുത്തി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അത് തുടങ്ങിയാൽ നമുക്ക് ലാഭകരമാണോ? നമുക്ക് പ്രോഫിറ്റോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? നമുക്കൊരു ഉറച്ച വിശ്വാസമുണ്ട് സാധിക്കുമെങ്കിൽ 2 ആളുകൾ നമ്മെ വന്ന് നിരുത്സാഹപ്പെടുത്തിയാലും അതുമായി നമ്മൾ മുന്നോട്ട് പോകും. കാരണം എന്താ? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് നമ്മെ ഏത് കാലഘട്ടത്തിലും, ജീവിതത്തിലാണെങ്കിലും മരണശേഷമാണെങ്കിലും നമ്മെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അല്ലെങ്കിൽ ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് പറയുന്നു, നമ്മുടെ ചുറ്റുമുള്ള സംഘങ്ങളും വിഭാഗങ്ങളും സംഘടനകളും ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അതൊക്കെ തെറ്റിപ്പോകുന്നതിന് മുമ്പ് അവിടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അവരാരായിരുന്നു? അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരെങ്ങനെയാണ് വിഷയങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളത്? ഇങ്ങനെ നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് വിജയത്തിനുള്ള മാർഗമെന്ന് നുഐം റഹിമഹുല്ലാഹ് പറഞ്ഞതായി അബൂ ഉശാമത്ത് അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ ഈ ഭിന്നത വന്നിരിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊരു പക്ഷേ ചില ആളുകളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടായിരിക്കും ഉമ്മത്തിൽ ഈ ഭിന്നത വന്നിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ് നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കുക എന്ന് പറയുന്നത്. നല്ലത് ഏതാണ്? നല്ലവൻ ആരാണ്? മോശപ്പെട്ടവൻ ആരാണ്? അത് വേർതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു അത് വേർതിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് സ്വർഗം. നരകത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ വളരെ കുറച്ചു മാത്രമാണ്. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാം. വളരെ കുറഞ്ഞ ആളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ആ കുറഞ്ഞ ആളുകൾ അവരാരാണ്? അവരെ വേർതിരിച്ചെടുക്കാൻ, നശിച്ച ആളുകളിൽ നിന്ന് അവരെ വേർതിരിച്ചെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ പല രൂപത്തിലും പരീക്ഷിക്കും, പല രൂപത്തിലും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകളെ തൊട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. എന്റെ സഹോദരങ്ങൾ ശരിക്കത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് പല ആളുകളും, ഒരുപക്ഷെ നിങ്ങളും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേട്ടവരായിരിക്കാം. ചില ആളുകൾ എന്ത് പറയും? നിങ്ങൾ ഇങ്ങനെ ഭിന്നിപ്പാണ്, എത്ര വിഭാഗങ്ങളായി, എത്ര സംഘങ്ങളായി, ഇങ്ങനെയൊക്കെ നമ്മെ പരിഹസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ, ഈ ഭിന്നിപ്പുണ്ടാവുക എന്ന് പറയുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാര് വിസമ്മതിച്ചാലും ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകും. എന്തുകൊണ്ട് ഭിന്നിപ്പുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഭിന്നിപ്പ് സംഭവിക്കും. ഇത് പ്രവാചകന്റെ വാക്കാണ്. നിങ്ങൾക്കറിയാം, മാ യൻതിഖു അനിൽ ഹവ, ദീനീ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, സ്വയം ഇഷ്ടപ്രകാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അംറിന്റെ ഹദീസിൽ കാണാം. നിങ്ങൾ ഈ ഹദീസ് ശരിക്ക് ശ്രദ്ധിക്കുക. വഇന്ന ബനി ഇസ്രായീൽ തഫറഖത അലാ 72 മില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വേദക്കാരായ ആളുകൾ, ജൂതനസാറാക്കൾ, അവർ 72ഓളം വിഭാഗങ്ങളായി കക്ഷി തിരിഞ്ഞിട്ടുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളായി അവർ മാറി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഫ്തരിഖു ഉമ്മതി
അലാ 73 മില്ല. എന്റെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി തിരിയുന്നതാണ്. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി തിരിയുന്നതാണ്. ഇതാരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നടക്കുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഇനി തർക്കമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അത് സംഭവിക്കുകയില്ല എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ വല്ലാഹി വബില്ലാ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാവുക തന്നെ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ശേഷം അവിടുന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ. ഈ 73 വിഭാഗങ്ങൾ എല്ലാവരും നരകാവകാശികളാണ്. ഇല്ല മില്ലതൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഒരു വിഭാഗം മാത്രമാണ് വിജയിക്കുന്ന ആളുകൾ. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഇവിടെ നിങ്ങൾ ഇത് ചിന്തിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഞാൻ ബോധപൂർവം പറയുന്നതാണ്. ഇന്ന് ചില ആളുകൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളിൽപ്പെട്ടതാണ് ഇങ്ങനെ ഭിന്നിപ്പുമായി നിങ്ങൾ ഇങ്ങനെ നടക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഒന്നിനുമില്ല. സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ എന്ത് പറഞ്ഞില്ല? പ്രവാചകരെ, അങ്ങനെയൊക്കെ ഭിന്നിപ്പുണ്ടായാൽ നമ്മൾ ഒരു ഭാഗത്ത് മാറിയിരിക്കാം, നമ്മൾ ഒന്നിനും പോകുന്നില്ല എന്നല്ല പറഞ്ഞത്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ആ വിജയിക്കുന്ന കക്ഷികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരിക. ഭിന്നിപ്പുണ്ടാകും, എല്ലാവരും നരകാവകാശികളായിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴും പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, പ്രവാചകരെ, ആ വിജയിക്കുന്ന കക്ഷികൾ ആരാണ്? എന്താണ് അതിനുള്ള മാർഗം? വിജയിക്കാനുള്ള മാനദണ്ഡം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഞാനും എന്റെ സഹാബികളും ഏത് മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗം മുറുകെ പിടിക്കുന്നവരാണ് വിജയിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദിയും ഹാക്കിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് ഇമാം ബഗവിയെ പോലെ ഇമാം ഇറാഖിയെ പോലുള്ള പണ്ഡിതന്മാർ വിലയിരുത്തിയതായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകും. ഇനി എങ്ങനെയാണ് ഈ ഭിന്നിപ്പ്? 73 കക്ഷികളാകും എന്നൊക്കെ പറയുമ്പോൾ നിസാരമായ ചില ഭിന്നിപ്പുകളാണോ? ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിൽ അദ്ദേഹം പറയുന്നു, വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥവത്തായ ഒരു ഉപദേശം നമുക്ക് നൽകി. ആ സഹാബി പറയുന്നു, എങ്ങനെയുള്ള ഉപദേശമായിരുന്നു? ആ ഉപദേശം കേട്ടപ്പോൾ ദരിഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. വവജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങൾ ഭയന്നു, നമ്മൾ പേടിച്ചു. ഞങ്ങളിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഅ. പ്രവാചകരെ, താങ്കളുടെ ഈ സംസാരങ്ങൾ കേൾക്കുമ്പോൾ, താങ്കളുടെ ഉപദേശം കേൾക്കുമ്പോൾ താങ്കൾ ഞങ്ങളെ വിട്ടുപിരിയാൻ തയ്യാറാകുന്ന രൂപത്തിലാണ് താങ്കളുടെ സംസാരം ഞങ്ങൾക്ക് തോന്നുന്നത്. ഫഔസിന, അതുകൊണ്ട് പ്രവാചകരെ, നമുക്ക് ഏതാനും ചില ഉപദേശങ്ങൾ നൽകണം. അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകരെ, താങ്കൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നാലും, താങ്കൾ മരണപ്പെട്ടു കഴിഞ്ഞാലും, താങ്കൾ നമുക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള ഉപദേശങ്ങൾ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത് എന്തായിരുന്നു? അവിടുന്ന് പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്. ജനങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ വസീയത്ത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. തഖ്വയുടെ വിശദീകരണം നാം പറയുകയാണെങ്കിൽ ധാരാളം സമയം വേണം, അത് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പറയാം. നിങ്ങളത് പഠിക്കുക, നിങ്ങൾ തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ചെറിയ ആശയം, അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുക, അള്ളാഹു വിലക്കിയതിനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കുക. ഞാൻ പലപ്പോഴും ദർസുകളിൽ സൂചിപ്പിക്കാറുണ്ട്, അള്ളാഹു കൽപ്പിച്ചത് നാം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കേവലം നിസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ. ആ നിസ്കാരം അള്ളാഹു പറഞ്ഞതുപോലെ നിസ്കരിക്കണം. മാതാപിതാക്കളെ അനുസരിച്ചാൽ മാത്രം പോരാ. മാതാപിതാക്കളെ എങ്ങനെ അനുസരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ അനുസരിക്കണം. ഭാര്യമാരെ, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ഗൗരവം കാണിക്കണം. അത് കേവലം അവർക്ക് ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, മറിച്ച് അവരോടുള്ള ബാധ്യത എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, വാജിബ് എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കണം. ഈ രൂപത്തിൽ ഊസീകും ബിതഖ്വല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു. വസ്സമഇ വത്വാഅ, ഇസ്ലാമിക ഭരണകൂടങ്ങളിലെ ഭരണാധികാരികൾ അവർ പറയുന്നത് അനുസരിക്കണം എന്നും ഞാൻ നിങ്ങളോട് വസിയത്ത് നൽകുന്നു. വൈന അബ്ദൻ ഹബ്ഷിയ, ഹബശിക്കാരനായ ഒരു അടിമയാണ് ഭരണാധികാരിയായി വരുന്നതെങ്കിൽ പോലും അവനെ നിങ്ങൾ അനുസരിക്കണം. അതങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം. അടിസ്ഥാനം ഭരണാധികാരികൾ ഉണ്ടാകേണ്ടത് ഖുറൈശികളിൽ നിന്നാണ്, അടിസ്ഥാനം അതാണ്. പക്ഷേ ഏത് ഭരണാധികാരിയാണെങ്കിലും അവരെ നിങ്ങൾ ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ അനുസരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അവിടുന്ന് പറഞ്ഞു, ഇതാണ് നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ആരോടാ ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവസാനമായി മരണപ്പെട്ട സഹാബി എപ്പോഴാണ്?
ഹിജറ 110 അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 100 വർഷത്തോളമാണ് സഹാബികൾ ജീവിച്ചത്. 100ാമത്തെ വർഷത്തിലാണ് അവസാനത്തെ സഹാബി മരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ അവസാന സമയങ്ങളിൽ ഒരു ദിവസം എഴുന്നേറ്റെന്ന് പറഞ്ഞിരുന്നു, ഇന്നേ ദിവസം ജീവിച്ചിരിക്കുന്ന ഒരാൾ പോലും ഇനി 100 വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സംഭവിച്ചതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 100 വർഷം കഴിയുമ്പോഴാണ് അവസാനത്തെ സഹാബി അബു തുഫൈൽ ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അപ്പോൾ ഈ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു, ശരിക്കും നിങ്ങൾ ചിന്തിക്കുക, മൻ യഇശ് മിൻകും ബഅദി, നിങ്ങളിൽ നിന്ന്, ആരോടെ പറയുന്നേ? സഹാബികളെ, നിങ്ങളിൽ നിന്ന് ഇനി എനിക്ക് ശേഷം ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമെന്നല്ല പറഞ്ഞത്. ഫസയറ, അവൻ കാണും, ഇഖ്തിലാഫൻ കസീറ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസം, 1-2 അല്ല, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ രൂപത്തിൽ സഹാബത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ധാരാളം ബിദ്അത്തുകൾ പല ആളുകളും കൊണ്ടുവന്നു. ഖദരിയാക്കളുടെ ബിദ്അത്തുകൾ പോലെ പല ബിദ്അത്തിന്റെ വാദങ്ങളുമായി ആളുകൾ വന്നു. സഹാബത്ത് അവരോടൊക്കെ സ്വീകരിച്ച നിലപാടുകൾ അത് നമ്മൾ പഠിക്കണം. എല്ലാത്തിൽ നിന്നും മാറി നിന്ന് നമ്മൾ ഒന്നിനുമില്ല എന്നല്ല, മറിച്ച് സഹാബികൾ നിലപാടെടുത്തു. ഒരു വിഭാഗത്ത് ഖദരിയാക്കൾ വന്നു. അവർ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത നിലപാടുകൾ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഖദറിന്റെ വിഷയത്തിൽ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞു, അവരുടെ അരികിലേക്ക് പോയിക്കൊണ്ട് നീ പറയുക, എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ അവരുമായി ബന്ധവിച്ഛേദനം നടത്തുകയാണ്, ഞാൻ അവരെ ഹജ്ർ ചെയ്യുകയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും. തയ്യിബ്, ധാരാളക്കണക്കിന് ഭിന്നിപ്പുണ്ടായാൽ നിങ്ങൾ എന്താണ് സഹാബികളെ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ മാർഗം മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ടവരെ കേവലം ജുമുഅ ഖുതുബകളിൽ ഒരു അലങ്കാരമായി നമ്മൾ കേൾക്കാനുള്ളതല്ല. അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞ വചനങ്ങൾ, തമസ്സകൂ ബിഹ, നിങ്ങളത് മുറുകെ പിടിക്കണം. എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. സഹാബത്തിന്റെ സുന്നത്തിനെ, ഖുലഫാകളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. കേവലം പിടിച്ചാൽ മാത്രം മതിയോ? വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. എന്തുകൊണ്ടാണ് മറ്റു പല്ലുകൾ പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയോഗം നടത്തിയത്? ഒരു കാര്യം അണപ്പല്ല് കൊണ്ട് നാം കടിച്ചു പിടിച്ചാൽ അത് പുറത്തേക്കെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ആ പല്ല് ഊരിപ്പോകാതെ ഒരു പക്ഷെ അത് പുറത്തേക്കെടുക്കാൻ സാധിക്കണമെന്നില്ല. അത്രയും ശക്തമായി നമുക്ക് ആ പല്ലുകൊണ്ട് കടിച്ചുപിടിക്കാൻ സാധിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തമസ്സകൂ ബിഹ, നിങ്ങൾ മുറുകെ പിടിക്കണം. കേവലം മുറുകെ പിടിച്ചാൽ മാത്രം പോരാ. എന്തുകൊണ്ട് പോരാ? അത് വരുന്ന ഹദീസിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാകും. മറിച്ച് അഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, പുതുതായി ദീനിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. പുതുതായി ദീനിൽ ഉണ്ടാകുന്ന വിഷയത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്ന വാക്കുകൾ, നിങ്ങൾ എന്റെയും സഹാബത്തിന്റെയും സുന്നത്ത് മുറുകെ പിടിക്കണം, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പ്രവാചകൻ എന്തുകൊണ്ടാണ് സഹാബത്തിനോട് ആവർത്തിച്ചു പറയുന്നത്? നമ്മൾ ഇന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ മനഹജ്, നാം നിലകൊള്ളുന്ന നമ്മുടെ അഖീദ, അത് മുറുകെ പിടിക്കണം, എന്റെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, ഒരു സാഹചര്യം വന്നാലും ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അത്തരത്തിലുള്ളൊരു ചിന്ത നമുക്ക് വരാറുണ്ടോ? അതെന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വരാത്തത്? വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ എന്ന് പറയുന്ന ഹദീസ് നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ ചിന്തയിൽ വരുന്ന പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ പുതിയ സലാത്തുകൾ, പുതിയ അദ്കാറുകൾ. നമ്മുടെ നാട്ടിൽ ബിദ്അത്തിന്റെ ആളുകൾ, ശിർക്കിന്റെ ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള പുതിയ പുതിയ സലാത്തുകളും അദ്കാറുകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ദീനിൽ പുതിയ കാര്യങ്ങൾ അത് മാത്രമാണോ? ഒരു വ്യക്തി ഒരു സംഘടനയുടെ പേരിൽ ആളുകളെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു സംഘടന, ആ സംഘടനയിൽ കയറിയ ആളുകളോടൊക്കെ പ്രത്യേക ഇഷ്ടം, ആ സംഘടനയിൽ നിന്ന് പുറത്തായ ആളുകളോടൊക്കെ വെറുപ്പ്, അതുണ്ടെങ്കിൽ അത് ബിദ്അത്താണ്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. വലാ ബറാ എന്ന് പറയുന്നത് ഖുർആനിനോടും സുന്നത്തിനോടുമായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആളുകളെ സ്നേഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വെറുക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ സംഘടനയിലുള്ള ആളുകളോട് പ്രത്യേക സ്നേഹം, നമ്മുടെ സംഘടനയില്ലാത്ത ആളുകളോട് നമുക്കൊരു വെറുപ്പ്, അത് പാടില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഖുർആൻ
സുന്നത്ത്, ഇത് രണ്ടും ബഹുമാനിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കുക, അവരെ നമ്മൾ ഇഷ്ടപ്പെടുക. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണോ അവരെ നമ്മൾ ഇഷ്ടപ്പെടുക. അതല്ലാത്ത മാർഗം സ്വീകരിച്ചവരാണെങ്കിൽ സഹാബത്തിന്റെ നിലപാടെന്തായിരുന്നു അവരോട്? അവരുമായി ബന്ധവിച്ഛേദനം നടത്തും. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത് ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ, പ്രവാചകൻ ഈ രൂപത്തിൽ നസീഹത്തുകൾ നൽകിയിട്ട് പോലും ചില ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ചില സഹാബികളിൽ ചിലരൊക്കെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം മുർത്തദ്ദായി പോയിട്ടുണ്ട്. ശേഷം തിരിച്ചു വന്ന ആളുകളുണ്ട്. പ്രവാചകനെ കണ്ടു, ഇസ്ലാം സ്വീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മുർത്തദ്ദായി. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ സഹാബികളും മറ്റും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദീനിലേക്ക് തിരികെ വന്ന സഹാബികളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഫിത്നയുടെ കാഠിന്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫിത്ന എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ് നമ്മെ ബാധിക്കുക എന്ന് നമുക്കറിയില്ല. നമ്മുടെ അഖീദ അത് സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ്. അതിനെ കോട്ടം വരുത്തുന്ന ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് ഹദീസുകൾ നിങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. രണ്ടാമത്തേത്, അഭിപ്രായ വ്യത്യാസം കുറച്ച് കാര്യങ്ങളായിരിക്കില്ല, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തുൽ ഖുലഫാ അർ-റാഷിദീൻ അൽ-മഹ്ദിയീന മിൻ ബഅദി, ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് മുമ്പേ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗം എന്താണ് എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതിനുശേഷമാണ് അവിടുന്ന് പറഞ്ഞത് തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്, സഹാബികളെ, ലോകജനങ്ങളെ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വ്യക്തമായ മാർഗത്തിലാണ്. തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രികൾ പകലുപോലെ പ്രകാശപൂരിതമാണ്. ഒരാൾക്കും ഒരു അവ്യക്തത വരാനില്ല. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, അവിടുന്ന് പറഞ്ഞ വാക്കുകളാണ്. എന്റെ മരണത്തിന് ശേഷം ആരെങ്കിലും ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അത് പിഴച്ചവൻ മാത്രമാണ്. അതല്ലെങ്കിൽ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വിഷയം വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, സഹാബത്ത് എങ്ങനെ കൈകാര്യം ചെയ്തു, മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ വിശേഷണങ്ങളുണ്ട്, അള്ളാഹുവിന്റെ പേരുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ലൊരു വിഭാഗം ആളുകൾ, നല്ലൊരു വിഭാഗം ജനങ്ങൾ, അവരുടെ വിശ്വാസം നിങ്ങൾ നോക്കിയാൽ അള്ളാഹുവിന്റെ പേരുകളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം എന്താണ്? ചില അഖീദ കൊണ്ടു നടക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന് 7 പേരുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള പേരുകൾ അവർ നിഷേധിക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കുക, സഹാബികൾ എങ്ങനെയായിരുന്നു? സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പേരുകൾ പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞു തരികയും അള്ളാഹുവിന് 99 പേരുണ്ട്, ആ പേരുകൾ പഠിക്കുന്നവൻ, തിട്ടപ്പെടുത്തുന്നവൻ അവൻ സ്വർഗാവകാശിയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബികൾ ആരെങ്കിലും പറഞ്ഞോ അതുകൊണ്ടുള്ള ഉദ്ദേശം 7 പേരുകൾ മാത്രമാണെന്ന്? പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ സഹാബത്തിന്റെ മനഹജ് എന്താണ്? ഈ പേരുകളൊക്കെ വിശ്വസിക്കുക എന്നുള്ളത്. നിങ്ങളോട് ഒരാൾ പറയാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം ചോദിക്കാം, ഔലിയാക്കളോട് ചോദിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് പരസ്യമായി പറയുന്ന അഖീദയാണ്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് ചോദിക്കാം. ഇത് നിങ്ങളോട് പറഞ്ഞാൽ അവരൊരു പക്ഷെ എന്ത് പറയും? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ, ഖുർആനിൽ ആയത്തോതും, ഇന്നമാ ഔലിയാഉ ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂൽ എന്ന ആയത്തവരോതും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. അവിടെ നമ്മുടെ ചോദ്യം എന്താ? സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിയിട്ടുണ്ടോ? പ്രവാചകൻ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും നബിമാരെ വിളിച്ചു തേടിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന മാർഗം വ്യക്തമാണ്. എന്റെ സുന്നത്ത്, എന്റെ സഹാബത്തിന്റെ സുന്നത്ത്, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. അവർക്കറിയാത്തൊരു കാര്യം അത് ദീനല്ല. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മാ ലം യഅരിഫുൽ ബദരിയൂൻ ഫലൈസ ബിനദ്ദീൻ, ബദരീങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അത് ദീനാവുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾക്ക് അറിയാത്തൊരു കാര്യം അത് ദീനാവില്ല. ഒരാൾ വന്നിട്ട് പറയുന്നു ഹജ്ജാജ് റാത്തീബ് ദീനിൽപ്പെട്ടതാണ്, അവരോട് ചോദിക്കുക സഹാബികൾക്ക് അറിയായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അത് ദീനാവുക? നല്ലതല്ലേ? ആ നല്ലതെന്ത് സഹാബികൾക്ക് അറിയില്ലായിരുന്നോ? അപ്പൊ സഹാബികളെക്കാളും നല്ലതാവാൻ നമുക്ക് സാധിക്കോ? ഒരു കാരണവശാലും പറ്റില്ല. സഹാബികളെക്കാളും മികച്ചവരാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരാൾക്ക് പോലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയോട്, താബിഈങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനോടാണെന്ന് എന്റെ ഓർമ്മ, അദ്ദേഹത്തോട് ചോദിച്ചു, മുആവിയയാണോ ഏറ്റവും നല്ലത്, അതല്ല
മറ്റൊരു അതിനുശേഷമുള്ള ഒരു താബിഇയെ കുറിച്ച് ഇവർ രണ്ടുപേരും താരതമ്യം ചെയ്ത് ചോദിച്ചു, ആരാണ് കൂടുതൽ നല്ലത്? ഈ ചോദിക്കപ്പെട്ട ആലിം അദ്ദേഹത്തോട് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുതിരയുടെ മൂക്കിൽ തട്ടിയ പൊടിയോട് പോലും താരതമ്യം ചെയ്യാൻ മറ്റൊരാളെ നമുക്ക് സാധിക്കുകയില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്തുകൊണ്ടാണ്? സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫضലുണ്ട്. എന്താണ് ആ ഫضൽ? പ്രവാചകന്റെ കൂടെ സഹവസിച്ചവരാണ് അവർ. അതിനി ഒരാൾക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് സഹാബികളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും മികച്ചവർ, അവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. അവരുടെ മാർഗം നമ്മൾ സ്വീകരിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒരു സംഘടന, ആ സംഘടനയിലുള്ള ആളുകളോട് പ്രത്യേക സ്നേഹം, അതിലില്ലാത്ത ആളുകളോട് വെറുപ്പ്, ഈ രീതി സഹാബികൾ അവലംബിച്ചിരുന്നോ? ഒരിക്കലുമില്ല. അവർക്കിടയിൽ ശർഈയായ രണ്ട് പേരുകളുണ്ട്. എന്തൊക്കെയാണ് സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന പേര്? അൻസാരികളും മുഹാജിരിങ്ങളും. ഇത് ശർഅ് അംഗീകരിച്ച പേരുകളാണ്, നുസൂസുകളിൽ വന്നിരിക്കുന്ന പേരുകളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ശർഈയായ നാമങ്ങളാണ് ആ പേരുകൾ. പക്ഷേ സഹാബികൾ ഒരിക്കൽ പരസ്പരം ഇരിക്കുമ്പോൾ അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഒരാൾ മറ്റൊരാളെ ചെറിയ രൂപത്തിൽ പുറത്തുനിന്ന് അടിച്ചു, ചെറുതായും അടിച്ചു. ഈ അടികൊണ്ട സഹാബി, അദ്ദേഹം അൻസാരിയായിരുന്നു. അദ്ദേഹം ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു, യാലൽ അൻസാർ, അൻസാരികളെ നിങ്ങൾ വരൂ, മുഹാജിറുകളിൽപ്പെട്ട ഒരാൾ എന്നെ അടിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അൻസാരികളൊക്കെ അയാളുടെ കൂടെ നിന്നു. ഇത് കണ്ട മുഹാജിറായ സഹാബി, അടിച്ച സഹാബി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹാജിരിങ്ങളോട് പറഞ്ഞു, യാലൽ മുഹാജിരീൻ, മുഹാജിരിങ്ങളെ നിങ്ങളും വരൂ, ഇത് അൻസാരികൾ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഈ രണ്ട് പേരുകൾ ശർഅ് അംഗീകരിച്ച പേരാണ്, അൻസാറും മുഹാജിരിങ്ങളും. അതാണ് അവർ ഉപയോഗിച്ചത്. പക്ഷെ ഉപയോഗിച്ച സ്ഥാനം എന്താണ്? ഉപയോഗിച്ച അവസരം എന്ന് പറയുന്നത് തെറ്റായ അവസരമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ നിലപാട് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബിദഅവൽ ജാഹിലിയ്യ വഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജാഹിലിയ കാലഘട്ടത്തിലെ ഈ വിളികളാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? അവർ വിളിച്ച പേര് അൻസാറും മുഹാജിറാണ്. ഈ രണ്ട് പേരുകളും പരിശുദ്ധ ഖുർആനിൽ അംഗീകരിക്കപ്പെട്ട പേരാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റേതല്ലാത്ത അവസരത്തിൽ ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. പ്രവാചകൻ പറഞ്ഞു, ദഊഹ ഫഇന്നഹ മുൻതിന, അത് ജാഹിലിയ കാലഘട്ടത്തിലെ വിളിയാണ്, അത് നിങ്ങൾ പതിവാക്കാൻ പാടില്ല. ഹക്കും ബാത്തിലും നോക്കാതെ നിങ്ങളുടെ ഗോത്രത്തിന്റെ പേരുകൾ നിങ്ങൾ പരസ്പരം ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് ഹക്കിന്റെ കൂടെ നിൽക്കുക, ബാത്തിലിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. അത് കൂടെയുള്ളവരാണെങ്കിലും കൂടെ ഇല്ലാത്തവരാണെങ്കിലും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ്. ഇന്ന് ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ സംഘടനയിലുള്ള ആളുകളോട് നമ്മൾ പ്രത്യേക ഇഷ്ടം കാണിക്കും, അതല്ലാത്തവരോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത്തരക്കാരെ നമ്മൾ മനസ്സിലാക്കുക, അവർ ബിദ്അത്തിൽ വീണവരാണ്. വ്യക്തിപരമായ ആളുകളെ കുറിച്ച് മുബ്തദിയാണെന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരിലുള്ള വിശേഷണം അത് ബിദ്അത്തിന്റെ വിശേഷണമാണ്. അതൊരിക്കലും അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത രീതിയാണ്. അങ്ങനെ ആരെങ്കിലും അവലംബിക്കുന്നുവെങ്കിൽ അത്തരക്കാരോട് സഹാബത്തിന്റെ നിലപാടെന്തായിരുന്നു? അവർ ബന്ധവിച്ഛേദനം നടത്താണ്. അതുകൊണ്ടാണ് ഇമാം ബഗവി റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചത്. ബിദ്അത്തിന്റെ ആളുകളുമായി ബന്ധം ഒഴിവാക്കുക എന്ന കാര്യത്തിൽ ഇമാം ബഗവിയെ പോലുള്ള, ഇബ്നു ബത്താൽ ഉഖ്ബുരിയെ പോലുള്ള പണ്ഡിതന്മാർ, ലാലഖായിയെ പോലുള്ള ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഞാൻ പറഞ്ഞ കാര്യം ഒന്നാമത്തേത്, ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ വിജയിക്കാനുള്ള മാർഗം എന്താണ് എന്നുള്ളതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ മാനദണ്ഡം ഞാൻ നേരത്തെ പറഞ്ഞു, സഹാബത്തിനെ നമ്മൾ മനസ്സിലാക്കലാണ്. അല്ലാഹു പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവർക്ക് സന്മാർഗം മനസ്സിലായതിനു ശേഷം, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവൻ ഏത് മാർഗമാണോ സ്വീകരിക്കുന്നത് ആ മാർഗത്തിലേക്ക് നാം അവനെ വിടും, വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ അവനെ നാം ഇട്ട് കരിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ അല്ലാഹു പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രവാചകന്റെ മാർഗം സ്വീകരിക്കണം, മുഅ്മിനീങ്ങളുടെ മാർഗം സ്വീകരിക്കണം. പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ആരാണ് മുഅ്മിനീങ്ങൾ? ആരാണ്? സഹാബികളാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കാൻ അത് വാജിബാണ് എന്നതാണ് ഈ ആയത്ത് അറിയിക്കുന്നത് എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദമ്മു തഅ്വീലിലും ഇബ്നു തൈമിയ റഹിമഹുല്ലാ മജ്മൂഉൽ ഫതാവയിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷയം പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കുക, സഹാബത്തിന്റെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക. ഇന്നിങ്ങനെ ധാരാളം ഫിത്നകൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും വന്ന് അവരുടെ മനഹജാണ് ശരി എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, ചില ആളുകൾ ഇതിനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറി നിൽക്കും. അത് ശരിയല്ല. സഹാബത്തിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്നാ മാറി നിൽക്കാം എന്നല്ല പറഞ്ഞത്, മറിച്ച്
ശരി ഏതാണ് എന്ന് പഠിക്കാൻ അവർ ചോദിച്ചു. രണ്ടാമത്തെ വിഭാഗം എന്താണ്? ചില ആളുകൾ പറയും എല്ലാവരെയും നമുക്ക് സ്വീകരിക്കാം, എല്ലാവരിൽ നിന്നും കേൾക്കാം, എല്ലാവരുടെ ദർസിലും പോയിട്ടിരിക്കാം. ഇത് പാടില്ല. ബിദ്അത്തിന്റെ ആളുകളാണെങ്കിൽ അവരുടെ ദർസുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് ശറഅ് അനുവദിക്കാത്ത കാര്യമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. അഹ്ലുസുന്നയുടെ അഖീദയുടെ ഏത് കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ഇമാം അഹ്ലുസുന്ന, ഇമാം അഹ്മദിന്റെ ഉസൂലുസുന്ന നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ പറയുന്നതായി കാണാം ബിദ്അത്തിന്റെ ആളുകളെ ഹജർ ചെയ്യണം. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസൂലുസുന്നയുടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിദ്അത്തിന്റെ ആളുകളെ ഹജർ ചെയ്യണം എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയുടെ ഭാഗമാണ്. അതൊരു വ്യക്തി ചെയ്യുന്നില്ല എങ്കിൽ അവനിൽ ബിദ്അത്തിന്റെ അംശമുണ്ട്. അവൻ ബിദ്അത്തിന്റെ അംശം അവനിലുണ്ട്. അതൊരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ കാലഘട്ടത്തിൽ ബിദ്അത്തുള്ള ചില ആളുകൾ അവരുടെ വാദങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ അരികിലെത്തിയപ്പോൾ, സഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, സഹീഹ് മുസ്ലിമിൽ കാണാം, അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അരികിൽ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ അരികിൽ ചെന്നിട്ട് പറയാ അബ്ദുല്ലാഹിബ്നു ഉമറിന് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ബന്ധവിച്ഛേദനം നടത്തുകയാണ്. എന്തുകൊണ്ടാണ്? ബിദ്അത്തിന്റെ ആളുകളോട് ബന്ധവിച്ഛേദനം നടത്തുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇമാം മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞതുപോലെ, ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഈ ഇൽമ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം അത് നിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ്. ഫൻളുറു അമ്മൻ തഖുദൂന ദീനകും, ആരിൽ നിന്നാണ് നിങ്ങൾ ദീന സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഇമാം മാലിക് പറഞ്ഞതുപോലെ, മദീനയിൽ 70ഓളം ആളുകളുണ്ട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഒരാളിൽ നിന്ന് പോലും ഇൽമെടുക്കാൻ അവർ യോഗ്യരല്ല. നമ്മൾ കാണും ചില ആളുകളെ, അവർ പറയുന്നത് ഖാല അല്ലാഹ് ആയിരിക്കാം, ഖാല റസൂലുള്ളാഹ് ആയിരിക്കാം, പക്ഷെ അവരുടെ മൻഹജ് എന്താണ്? അവർ ഏത് മാർഗത്തിലാണ്, ഏത് മാർഗമാണ് അവർ പിൻപറ്റി പോകുന്നത്? അത് നാം ശ്രദ്ധിക്കണം. ബിദ്അത്തിന്റെ ആളുകളാണെങ്കിൽ, ഹവയുടെ ആളുകളാണെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്ത്, ഹവ എന്നൊക്കെ പറയുമ്പോൾ പുതിയ സലാത്തും അല്ലാഹു അല്ലാത്തവരോടുള്ള പാപമോചനവും അത് മാത്രം നാം ചിന്തിക്കരുത്. അത് അതിൽ പെട്ടതാണ്. പക്ഷേ അതുപോലെ തന്നെ അതിൽപ്പെട്ട കാര്യങ്ങളാണ് സംഘടനയുടെ പേരിൽ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ആളുകൾ, ആ പ്രവർത്തനം ബിദ്അത്താണ്. അതിലൊരാൾക്കും തർക്കമില്ല. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, വിഷയങ്ങൾ അന്വേഷിക്കാം. അഹ്ലുസുന്നയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കണം, അവരെ വെറുക്കുന്ന ആളുകളെ നമ്മൾ വെറുക്കണം, ദീനിൽ പുതുതായ ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ വെറുക്കണം. അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മൾ പറഞ്ഞു, ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ധാരാളം കക്ഷികൾ ഉണ്ടാകും. ഈ കക്ഷികളൊക്കെ മിണ്ടാതിരിക്കുന്നവരാണോ? എല്ലാവരും മിണ്ടാതിരിക്കുന്ന ആളുകളാണോ? അല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരുതിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ മുസ്തഖീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വര വരച്ചു, നേരെയുള്ള ഒരു വര വരച്ചു. ശേഷം അവിടുന്ന് അതിന്റെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കുമൊക്കെ ധാരാളം വരകൾ വരച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ആദ്യം വരച്ചിരിക്കുന്ന ഈ വര അതാണ് യഥാർത്ഥ മാർഗം, അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ മാർഗം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ, വലത്തേക്കും ഇടത്തേക്കുമൊക്കെ വരച്ചിരിക്കുന്ന ഈ മാർഗങ്ങൾ, ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനുൻ യദ്ഉ ഇലൈ, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കുമുള്ള മാർഗങ്ങൾ. നിങ്ങൾ ആ ഒരു ഭാഗം ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ ഒരു വര വരക്കുന്നു, അതിന്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും വരകൾ വരക്കുന്നു. ശേഷം പറയുന്നു, ഇതാണ് ഹക്കിന്റെ മാർഗം. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കുമുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ലലാലത്തിന്റെ മാർഗമാണ്. പക്ഷേ പ്രവാചകൻ ഒരു കാര്യം ഉണർത്തി, ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അവിടുന്ന് നാസിഹായിരുന്നു, അവിടുന്ന് നമുക്ക് നസീഹത്ത് ഉദ്ദേശിച്ചിരുന്നു. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മാർഗങ്ങൾ, ലലാലത്തിന്റെ മറ്റു മാർഗങ്ങൾ എന്ന് പറയുന്നത് അത് അടഞ്ഞിരിക്കുന്ന മാർഗങ്ങളല്ല. ആ മാർഗങ്ങളിലൊക്കെ പിശാചുക്കൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യ പിശാചുകളാകാം, അല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത പിശാചുക്കളാകാം, അവരതിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം? യദ്ഉ ഇലൈ, ആ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ, ആ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പിശാചുക്കൾ ആ മാർഗത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ അവരെ കുറിച്ച് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആത്തുൻ ഇല അബ്വാബി ജഹന്നം, നരകത്തിന്റെ കവാടങ്ങളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ. നരകത്തിന്റെ കവാടങ്ങളിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒന്നുകിൽ ഷിർക്കിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ബിദ്അത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഹവകളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഹിസ്ബിയത്തിലേക്കായിരിക്കാം. ഇതൊക്കെ നരക കവാടങ്ങളിലേക്കുള്ള മാർഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മാർഗങ്ങളിലേക്കൊക്കെ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാകും. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ,
അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ വാക്കുകളിൽ ആകർഷരായി അത് സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഈ ദാഇമാർ അവരെ നരകത്തിലേക്ക് വലിച്ചിടുന്നതാണ്. സഹാബികൾക്ക് സംശയായി പ്രവാചകരെ സ്വിഫ്ഹും ലന, അങ്ങനെ ദഅവത്ത് നടത്തുന്ന നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇമാരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരണം. അവരെങ്ങനെയുള്ളവരായിരിക്കും? അവരെന്താ ഉപയോഗിക്കുക? അവരുടേതായ ഇഷ്ടങ്ങളാണോ ഇങ്ങനെ പറഞ്ഞു നടക്കുക? അവരുടേതായ ചില വാക്കുകളാണോ പറഞ്ഞു നടക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും മിൻ ജിൽദതിന, അവർ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും, മുസ്ലിമീങ്ങളായിരിക്കും. യതകല്ലമൂന ബിഅൽസിനതിന, അവരുടെ സംസാരം എന്തായിരിക്കും? ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് ഇന്ന കാര്യം ദീനാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരും വിശ്വസിക്കില്ല. നേരെ മറിച്ച് ഇന്ന കാര്യം ദീനാണെന്ന് പറഞ്ഞ് ഖുർആനിന്റെ ആയത്ത് ഓതുമ്പോൾ, ഹദീസിന്റെ നുസൂസുകൾ നമ്മോട് പറയുമ്പോൾ അതിനോടുള്ള ബഹുമാനം കാരണത്താൽ പലപ്പോഴും വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി, ഈ പറയുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ട് സൂക്ഷിക്കണം? ഹും മിൻ ജിൽദതിന, അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ്. യതകല്ലമൂന ബിഅൽസിനതിന, അവർ പറയുന്ന വാക്കുകൾ ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ അവർ ദലാലത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വരുമ്പോൾ പിശാചിന്റെ വാക്കുകളല്ല പറയുന്നത്, നിങ്ങളോട് പറയുന്നത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നായിരിക്കും. അത് ഞാൻ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ സംഘടനയുടെ പേരിൽ ഇഷ്ടവും വെറുപ്പും സ്ഥാപിക്കുന്ന ആളുകൾ, അവരോട് നിങ്ങൾ ചോദിച്ചാലും ഒരു പക്ഷെ അവർക്ക് ഓതാനുള്ളത് എന്തായിരിക്കും? എന്തെങ്കിലും ഹദീസുകളായിരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉപയോഗിച്ചുകൊണ്ട് ദലാലത്തിലേക്ക് ക്ഷണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് മസ്അല നമ്മുടെ മുന്നിൽ വന്നാലും, ഏത് വിഷയം നമ്മുടെ മുന്നിൽ വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഈ വിഷയത്തിൽ സഹാബത്തിന്റെ നിലപാട് എന്താണ്? ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? സഹാബത്തിന്റെ നിലപാട് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. താബിഈങ്ങളുടെ നിലപാടുകൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാബത്ത് പ്രവാചകന്റെ കൂടെ ജീവിച്ചവരാണ്. സഹാബത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഹാബി അന്ധമായി പിൻപറ്റുക എന്നതാണ് ഉദ്ദേശം? അല്ല, അങ്ങനെയല്ല. ഒരാൾ പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അന്ധമായി പിൻപറ്റും. അത് അനുവദനീയാണോ? അനുവദനീയല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പിഴവുകൾ സംഭവിച്ച സാഹചര്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റുകൂഇൽ അദ്ദേഹം കൈകൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ രണ്ട് മുട്ടുകൾക്കിടയിൽ അദ്ദേഹം കൈകൾ വെക്കുമായിരുന്നു, മുട്ടുപിടിക്കാറില്ല. പിന്നീട് അത് അദ്ദേഹം പിന്മാറി എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒരാൾ പറയാണ്, ഞാൻ ഇബ്നു മസ്ഊദിനെ എല്ലാ വിഷയത്തിലും അവലംബിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ഇവിടെ സഹാബത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ സഹാബത്ത് പൊതുവായി അവലംബിച്ചിരിക്കുന്ന മാർഗങ്ങളുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങൾ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന മാർഗം. അതാണ് നാം മുറുകെ പിടിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന മാർഗം. ആ മാർഗം നാം മുറുകെ പിടിക്കുക. ഏത് വിഷയം വന്നാലും അതിലേക്ക് നമ്മൾ മടക്കുക. തയ്യിബ്, എങ്ങനെയാണ് സഹാബത്തിന്റെ അഭിപ്രായം നമുക്കറിയാൻ സാധിക്കുക? ഒരു വിഷയത്തിൽ നിങ്ങളുടെ നാട്ടിൽ ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ പറയാണ്, അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അള്ളാഹു റഹ്മത്ത് ചെയ്യുമെന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ വിശ്വാസങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. അള്ളാഹു റഹ്മത്ത് ചെയ്യുമെന്നാണ്. നിങ്ങൾ അവരോട് ചോദിക്കുക, സഹാബികൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ നമ്മളോട് ചോദിക്കുകയാണ്, സഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സഹാബികളുടെ വാക്കുകൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഹദീസിന്റെ കിതാബുകളിൽ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടതുപോലെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷിച്ചു തന്നതുപോലെ സലഫുസ് സാലിഹീങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് സനദോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. മുസന്നഫ് ഇബ്നു അബി ശൈബ നിങ്ങൾ നോക്കിയാൽ, മുസന്നഫ് അബ്ദുർ റസാഖ് നിങ്ങൾ നോക്കിയാൽ, സുനനു സഈദ് ഇബ്നു മൻസൂർ നിങ്ങൾ നോക്കിയാൽ, സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ ഒരു വിഷയത്തിൽ, ഒരു ആയത്തിൽ അബൂബക്കർ എന്തു പറഞ്ഞു, അബൂബക്കർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം എന്താണ്, ഇബ്നു ഉമറിന്റെ ഫത്വ എന്താണ്, ഈ വിഷയത്തിൽ ഈ കിതാബുകൾ നോക്കിയാൽ നിങ്ങൾക്കതിൽ സനദോടുകൂടി അവരിലേക്ക് എത്തുന്ന പരമ്പരയോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്കിന്നത് ലഭിക്കും. സഹാബത്തിന്റെ അഭിപ്രായം കിട്ടിയിട്ടില്ല. നോക്കുക, താബിഈങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ 3 തവണ പരിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. തഫ്സീർ അദ്ദേഹം ഇബ്നു അബ്ബാസിൽ നിന്ന് പഠിച്ചു. നോക്കുക, മുജാഹിദ് ഇബ്നു ജബറിന്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ സഹാബത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു? താബിഈങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വേണം. ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയെ തഖ്ലീദ് ചെയ്യുക എന്നതല്ല, മറിച്ച് അവരുടെ മൻഹജ്, അവർ പൊതുവായി സ്വീകരിച്ച നിലപാട് എന്താണ്? ഇനി അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, ഖുലഫാ ഉർ റാഷിദീങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു, മറ്റേതെങ്കിലും ഒരു സഹാബി അതിനെതിരായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ വാക്കുകൾക്ക് മുൻഗണന നൽകുക. ഈ രൂപത്തിൽ സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് ഏത് ഫിത്നയിലും പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷ നേടാനുള്ള മാർഗമാണ്. ഏത് ഫിത്നയിലും അവരേത് മാർഗത്തിലായിരുന്നോ
ആ മാർഗത്തിൽ നാം മുറുകെ പിടിക്കാൻ, ആ മാർഗത്തിൽ നാം ജീവിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് വിജയത്തിന്റെ മാർഗം. ദലാലത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാനുള്ള മാർഗം അതാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇന്ന് പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയും, ഹദീസിന്റെ ആളുകളാണെന്ന് പറയും. പക്ഷേ സലഫുസ് സാലിഹീങ്ങളുടെ ആളുകളാണെന്ന് പറയാൻ ആളുകൾക്ക് ധൈര്യമില്ല. കാരണം അത് പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ സാധ്യമല്ല. അത് പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ സാധ്യമല്ല. ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഖുറാഫി നിങ്ങളോട് പറയുന്നു അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, ഏത് സഹാബിയാണ് ഇതങ്ങനെ വ്യാഖ്യാനിച്ചത്? സഹാബികൾ വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് ദീനാവുക? സഹാബികൾക്ക് മനസ്സിലാകാത്ത കാര്യം എങ്ങനെ ദീനാകും? നബിദിനാഘോഷം അനുവദനീയമാണ്. അവരോട് ചോദിക്കുക, പ്രവാചകൻ വഫാത്തായ ശേഷം 100 വർഷത്തോളം സഹാബികൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ അവർ പറയും, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ റഹ്മത്തല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആരെങ്കിലും ഈ ആയത്തിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രവാചകന്റെ സഹാബികൾ മനസ്സിലാക്കാത്ത ഒരു ഫഹ്മ് നമ്മെ സംബന്ധിച്ചിടത്തോളം അബദ്ധമാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത് മൻഹജു സലഫിന്റെ അടിസ്ഥാനമാണ്, അഹ്ലുസുന്നയുടെ അടിസ്ഥാനമാണ് ഫഹ്മുസ് സലഫ് എന്ന് പറയുന്നത്. സഹാബത്ത് എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കിയത്? സഹാബത്ത് എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കിയത്? ആ കാര്യം പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ 3 അടിസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, 1 പരിശുദ്ധ ഖുർആനാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. 3-ാമത്തേത് ഫഹ്മുസ് സലഫാണ്. നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കിയത്, ആ രൂപത്തിൽ നാം ദീൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ മറ്റൊരു മാർഗവും പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ മാർഗമല്ല. സഹാബികളെക്കാളും നന്നാകാൻ നമുക്കൊരിക്കലും സാധിക്കുകയുമില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീൻ അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ എത്തിച്ചു തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ഏത് വിഷയം വന്നാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിലേക്ക് ആ വിഷയത്തെ നമ്മൾ മടക്കുക. ഒരു കാരണവശാലും അതിനെതിരായ ഒരു നിലപാട് നമുക്കുണ്ടാകാൻ പാടില്ല. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഫിഖഹിയായ ഒരു മസ്അല നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് യോജിക്കുന്നില്ല, നിങ്ങളുടെ സഹോദരൻ ആ വിഷയത്തിൽ നിങ്ങളോട് യോജിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. അതിന്റെ പേരിൽ അവനോട് നിങ്ങൾക്കൊരു ദേഷ്യം തോന്നുന്നുവെങ്കിൽ, അതിന്റെ പേരിൽ അവനോട് നിങ്ങൾക്കൊരു വെറുപ്പ് തോന്നുന്നുവെങ്കിൽ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന വിശാലമായി കണ്ടൊരു വിഷയമാണെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങളുടെ സഹോദരനോട് ദേഷ്യം തോന്നുമെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, അതുണ്ടാകാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ബനു ഖുറൈളയിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ സഹാബികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ബനു ഖുറൈളയിൽ എത്തിയാലല്ലാതെ നിസ്കരിക്കാൻ പാടില്ല, അസ്ർ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സഹാബികൾ യാത്ര പോയി. വഴിയിൽ വെച്ച് അസ്ർ നിസ്കാരത്തിന്റെ സമയമായി. ചില സഹാബികൾ എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം പെട്ടെന്ന് ബനു ഖുറൈളയിൽ എത്തുക എന്നുള്ളതാണ്, അതല്ലാതെ നിസ്കാരം വൈകിപ്പിക്കാനായിരുന്നില്ല. പെട്ടെന്ന് ബനു ഖുറൈളയിൽ എത്തണം, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നിസ്കരിക്കാം. ചില സഹാബികൾ നിസ്കരിച്ചു. വേറെ ചില സഹാബികൾ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞ വാക്ക് എന്താണ്? ബനു ഖുറൈളയിൽ എത്തിയ ശേഷം നിസ്കരിച്ചാൽ മതി എന്നാണ്, അതുകൊണ്ട് അവിടെ എത്തിയ നിസ്കരിക്കാം. ഇപ്പൊ സഹാബികൾ 2 അഭിപ്രായം സ്വീകരിച്ചു. ഒരു ഹദീസാണ്, ഒരു വാക്കാണ്, 2 രൂപത്തിൽ അവർ മനസ്സിലാക്കി. സ്വാഭാവികമാണ്. കാരണം ഇന്ന് നിങ്ങളോട് ഞാനൊരു ഹദീസ് പറഞ്ഞാൽ ഓരോരുത്തരും പല രൂപത്തിലാണ് അത് മനസ്സിലാക്കുക. സഹാബികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 അഭിപ്രായങ്ങൾ അവർക്കിടയിൽ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിഷയം എത്തി. പ്രവാചകൻ ആരെയെങ്കിലും ആക്ഷേപിച്ചോ? ഇല്ല. പ്രവാചകൻ ആരോടെങ്കിലും മാറ്റി നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടോ? ഇല്ല. കാരണം ആ ഹദീസിന് 2 അർത്ഥവും സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അത് അംഗീകരിച്ചു. പണ്ഡിതന്മാർ ഈ വിഷയം തെളിവാക്കിക്കൊണ്ട് പറയുന്നതായി കാണാം, ഈ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയ്ക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നമ്മൾ വിശാലത കാണിക്കുക. അതിന്റെ പേരിൽ ആളുകളെ ആക്ഷേപിക്കാൻ പാടില്ല. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പറയുന്നതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവസാനം ക്ലിയർ ചെയ്യണം. ഫോട്ടോഗ്രാഫിയുടെ മസ്അല അഹ്ലുസുന്നത്തിനിടയിൽ 2 അഭിപ്രായമുള്ള വിഷയമാണ്. ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞവരുണ്ട്, എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്, ദഅവത്തിന് മാത്രമായി എടുക്കാം എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാം വലിയ പണ്ഡിതന്മാർ. ഇപ്പൊ ദഅവത്തിന് വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞ ആളുകളിൽ പെട്ടതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. ഷെയ്ഖ് അൽബാനിയും അവസാന കാലം അത് പറഞ്ഞു എന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അൽബാനിയുടെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് സലീം അൽ ഹിലാലി ഹഫിദഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു എടുക്കാൻ പാടില്ല. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? അവർ തമ്മിൽ എന്തെങ്കിലും പരസ്പര മറുപടികളോ അല്ലെങ്കിൽ ഒരാൾ ദലാലത്തിന്റെ ആളാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് വിശാലമായ വിഷയമാണ്. കാരണം ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ എല്ലാത്തിനും സാധ്യതയുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ലുഹൈദാൻ റഹിമഹുല്ലാ സമീപകാലം മരണപ്പെട്ട, നിങ്ങൾക്കറിയാമായിരിക്കാം, സൗദിയിലെ ഉന്നത പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ ഹദീസുകളും ഇന്നത്തെ ഫോട്ടോഗ്രാഫിയുമായി യാതൊരു ബന്ധവുമില്ല. ആ ഹദീസുകൾ ഫോട്ടോയുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് അനുവദനീയമാണ്, നിരുപാധികം അനുവദനീയമാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു നിരുപാധികം ഹറാമാണ്. എന്റെ ഉസ്താദ്
ബഹുമാനനായ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് ഹറാമാണെന്നാണ്. എന്നാൽ വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അടിസ്ഥാനം ഹറാമാണ്, പക്ഷെ ദഅവത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പറ്റും. ഈ പണ്ഡിതന്മാർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ രൂപത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മസലകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദീൻ അനുവദിച്ച അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ കണിശത കാണിക്കാൻ പാടില്ല. ഞാൻ ഈ ഉദാഹരണം പറയാനുള്ള കാരണം ഇതിന്റെ പേരിൽ പലരും പരസ്പരം തർക്കിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഏതൊരു വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാണ് നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് നെഞ്ചിന് മുകളിലാണ്. വേറൊരാൾ പറയുന്നു അല്ല, നെഞ്ചിന് മുകളിൽ വന്നിരിക്കുന്ന ഹദീസ് ദുർബലമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇമാം തിർമിദിയൊക്കെ പറഞ്ഞതുപോലെ വിഷയം വിശാലമാണ്. വേറൊരാൾ പറയാണ് താബിഈങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് പൊക്കിളിന്റെ അവിടെയാണ് കൈകെട്ടേണ്ടത്, ഹദീസുകൾ ദുർബലമാണ്. അതൊരാൾ ചെയ്താൽ അതിന്റെ പേരിൽ എതിർക്കേണ്ടതില്ല, വിഷയം വിശാലമാണ്. ഈ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വിശാലമായി കണ്ട മസ്അലകൾ അതിനെ നാം മുറുകെ പിടിക്കുക. ആ രൂപത്തിൽ തന്നെ വിഷയങ്ങളെ നാം സമീപിക്കുക. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹവ, നമ്മുടെ ദേഹേച്ഛകളെ ദീനി മസ്അലകളിൽ കയറ്റാതിരിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ നമ്മുടെ ഹവയുടെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ദീന് ദീനായിക്കൊണ്ട് നമ്മൾ പറയുക. ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇഷ്ടം നേടിയെടുക്കാനോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ദീന് ദീനായി പറയുക. ഹക്കിനെ അതിന്റെ രൂപത്തിൽ നാം സ്വീകരിക്കുക. ഹക്കിനെ അതിന്റെ ആളുകളിൽ നിന്ന് നാം സ്വീകരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇബ്നു സീരീൻ റഹിമഹുല്ലയുടെ വാക്ക് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ചതായി കാണാം. ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആരിൽ നിന്ന് നിങ്ങൾ അത് കേൾക്കുന്നു എന്ന വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഗൗരവം ഉണ്ടാകണം. എവിടെ പോയും കേൾക്കാം, എവിടെ ചെന്നും കേൾക്കാം എന്നൊരു രീതി അഹ്ലുസുന്നത്തി വൽ ജമാഅക്കില്ലായിരുന്നു. താബിഈങ്ങളിൽപ്പെട്ട ചില ആളുകളുടെ എന്റെ ഓർമ്മയിൽ മുഹമ്മദ് ബിൻ സീരീൻ അല്ലെങ്കിൽ അയ്യൂബ് സഖ്തിയാനി അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബിദ്അത്തിന്റെ വക്താവായ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേൾക്കാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞു ഒരു അരവാക്ക്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ താങ്കൾ എഴുന്നേറ്റ് പോവുക അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകും. ഒരു കാരണവശാലും നിങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രൂപത്തിൽ ബിദ്അത്തിന്റെ ആളുകളെ നാം മാറ്റി നിർത്തുക. നമ്മുടെ മനഹജ് നാം വ്യക്തമായി മനസ്സിലാക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയും ചെയ്യുക. കാരണം വിഷയം ദീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ പുതിയ സലാത്തുകളും പുതിയ ദിക്റുകളും അല്ലെങ്കിൽ കൂട്ടമായിരുന്ന് ചെയ്യുന്ന റാത്തീബുകളും മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ബിദ്അത്ത്. അത് സംഘടനയുടെ പേരിൽ ആളുകളെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതാണെങ്കിൽ അത് ബിദ്അത്താണ്. ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ ആളുകളെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താണ്. വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ വിദ്യാർത്ഥികളായതിന്റെ പേരിൽ ആളുകളൊക്കെ സ്നേഹിക്കുക, അതല്ലാത്തവരെ വെറുക്കുക എന്ന രൂപത്തിൽ വന്നാൽ അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ സ്നേഹിക്കേണ്ട മാനദണ്ഡം എന്താ? ഖുർആനും സുന്നത്തുമാണ്. ആളുകളെ വെറുക്കേണ്ട മാനദണ്ഡം ഖുർആനും സുന്നത്തുമാണ്. ഭൗതികമായ കാര്യങ്ങളല്ല, ഖുർആനും സുന്നത്തുമാണ്. തെറ്റ് ചെയ്യുന്നവനെ ആ തെറ്റിന്റെ തോതനുസരിച്ച് നാം വെറുക്കുക. ഈ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് പ്രിയപ്പെട്ടവരെ കൂടുതൽ നിങ്ങൾ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം.